ഇപ്പൊ ലുവാനും അവളുടെ കൂട്ടുകാരും കൂടെ ഒരു കോമ്പറ്റീഷന് പങ്കെടുക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഇവര് പോകുന്ന വഴിക്ക് വെച്ച് റെന്നിന്റെ കൂട്ടുകാരനെ കാണും. അങ്ങനെ അവന് കാല് വയ്യാതെ അവൻ എല്ലാവർക്കും ഒരു ഗെയിം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഇവനെ കണ്ടിട്ട് ഇവൻ ഈ കാല് വയ്യാതെ ഇവിടെ എന്തോ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പം അവനാണ് അടുത്തിരിക്കുന്ന പെട്ടിക്കകത്തിരുന്ന് ഇവരൊരു കാർഡ് എടുക്കാൻ വേണ്ടി പറയും. അങ്ങനെ അത് അവരുടെ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കുമെന്ന് പറയുമ്പം ഇവർ രണ്ടുപേരും കൂടെ അവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എടുക്കും. അപ്പോഴാണ് ലുവാന്റെ കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് കാർഡ് തറയിലേക്ക് ഇടുമ്പം ഇവർ തമ്മിൽ റൊമാൻസ് ആവും. അങ്ങനെ രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാണ്. അങ്ങനെ അതിനുശേഷം കൂട്ടുകാരിയുടെ കാർഡിന്റെ മീനിങ് ഇവൻ പറയാൻ വരുമ്പം ലുവാനാണ് അവളുടെ കൂട്ടുകാരി അടുത്തേക്ക് ഇരിക്കാൻ പറഞ്ഞിട്ട് ഇവൾ ആ കാർഡ് അടുത്തുനിന്ന് കാണിച്ചു തരും പറയും. അങ്ങനെ പരസ്പരം സെറ്റാക്കാൻ വേണ്ടി ഇവർ നല്ലോണം ഹെൽപ്പ് ചെയ്യുക. അതിനുശേഷം അവൻ ഇവൾക്ക് കിട്ടിയ കാർഡ് ഇവൾ ജന്മകാലം തൊട്ട് ഒരു മടി പിടിച്ച ഫാമിലിയാന്ന് പറയും. അപ്പോഴാണ് അവളാണ് ഷോക്കായിട്ട് ഞാൻ മടി പിടിച്ച ഫാമിലിയോ ഇതൊക്കെ ഉള്ളയാണോ എന്നിട്ട് അവരുടെ സംസാരിക്കുമ്പം ഇവിടെ ലുവാന് കിട്ടിയേക്കുന്ന കാർഡ് ഇവൾ ഇഷ്ടപ്പെടുന്ന ആള് പെട്ടെന്ന് തന്നെ സെറ്റാകുന്നു. അപ്പോഴാണ് അത് കണ്ടിട്ട് അവളാണ് 5 വർഷത്തെ എന്റെ പ്രണയം തന്നെ സെറ്റായില്ല പിന്നെയാ ഈ കാർഡ് പറഞ്ഞിട്ട് സെറ്റാകാൻ വന്ന് എന്നിട്ട് ഇവള് വിശ്വസിക്കാതിരിക്കുമ്പം കൂട്ടുകാരനാണ് പെട്ടെന്ന് റെന്നിനെ വിളിക്കും. അതോടെ ലുവാനും ദേഷ്യത്തി റെന്നൊന്നും വേണ്ടാ എന്നിട്ട് ഇവൾ ഈ കാർഡിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുമ്പം അവിടേക്കൊന്ന് റെന്നാണ് എന്നെ എന്തിനാ വേണ്ടെന്ന് പറഞ്ഞെന്ന് അവൻ അടുത്തേക്കൊന്ന് ചോദിക്കും. അതിനുശേഷം അവന്റെ കൂട്ടുകാരനും ഇവന് വേണ്ടി ഒരു കാർഡ് എടുത്തു കൊടുത്തിട്ട് അവനെ വായിച്ചു നോക്കാൻ പറയുമ്പം റെന്നാണ് ആദ്യം ലുവാൻ എന്തോ കിട്ടിയെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും എനിക്കൊന്നും കിട്ടിയില്ല എടി വാടി നമുക്ക് ഇവിടെ നിന്ന് പോവാം എന്നിട്ട് അവളുടെ കൂട്ടുകാരും വിളിച്ചിട്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ അവസാനം എല്ലാവർക്കും കാർഡ് കൊടുത്തിട്ട് അവസാനം സീനിയർ അവിടേക്ക് വരുമ്പോഴാണ് ഇവന് കോട്ട് സ്യൂട്ടൊക്കെ ആയിട്ട് കല്യാണത്തിന് പോകണം ചോദിക്കും. അപ്പോഴാണ് സീനിയറും അതെന്തുവാ നീ കല്യാണത്തിന് ഇങ്ങനത്തെ ആൾക്കാരെ കണ്ടിട്ടുള്ളോ എന്നിട്ട് സീനിയർ ചോദിക്കുമ്പം ഇവനും സംസാരിച്ച് നിന്നോട് ജയിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ബാക്കിയുള്ള 2 കാർഡ് ഒരെണ്ണം അവന്റെ ഞാൻ കൊടുത്തയക്കും. അങ്ങനെ സീനിയർ ആണ് കസിന്റെ ഡാൻസ് പെർഫോമൻസ് കാണാൻ വേണ്ടി പോവുക. പക്ഷെ ഇവള് മെയിൻ അല്ലാത്തോണ്ട് റെന്നെ വിളിച്ചു വരുത്തി എങ്ങനെയൊക്കെ ഇവളുടെ ബോയ് ഫ്രണ്ടിനെ തടഞ്ഞു നിർത്താൻ വേണ്ടി പറയും. അപ്പോഴാണ് അവനാണ് ഷോക്കായിട്ട് ഞാൻ തടഞ്ഞു നിർത്താനോ ഇതിനാണ് നീ എന്നെ വിളിച്ചു വരുത്തിയത് എന്നിട്ട് ഇവന് ചോദിക്കുമ്പം ഇവൾ 5 മിനിറ്റ് ഈ പാവ അനിയത്തിക്ക് വേണ്ടി നീ മാറ്റി വയ്ക്കത്തില്ല എന്ന് പറഞ്ഞ് അവനോട് കെഞ്ചുമ്പം ഇവനാണ് എങ്കിൽ പിന്നെ 5 മിനിറ്റും കൊണ്ട് പെർഫോമൻസ് തീരുമെങ്കിൽ അവൻ തടഞ്ഞു നിർത്താന്ന് പറയും. അതിനുശേഷം സീനിയർ അവിടെ കൊന്നുടനെ റെന്നാനെ അവൻ തടഞ്ഞു നിർത്തി ഇവനൊരു സംശയം ചോദിക്കണമെന്ന് പറയും. അപ്പോഴാണ് സീനിയറും നിന്റെ സംശയമൊക്കെ പിന്നെ ആകാം എനിക്ക് എന്റെ ഗേൾ ഫ്രണ്ടിന്റെ പെർഫോമൻസ് കാണാൻ പോകണം എന്നിട്ട് അവൻ പോകാൻ നോക്കിയാലും റെന്നാണ് പോകാൻ സമ്മതിക്കത്തില്ല. നീ അവിടെ നീ ഡ്രസ്സൊക്കെ വാങ്ങിച്ച കാണാൻ ഡിഫറന്റ് ആണല്ലേ എന്നിട്ട് റെന്നും ചോദിക്കുമ്പം ഇത് കേട്ട് സീനിയറും അതിന് ഉത്തരം പറഞ്ഞ് തന്നെ അവസാനം അവന്റെ സമയം പോകും. ഇതേ സമയം ലുവാൻ അവളുടെ കൂട്ടുകാരും കൂടെ കോമ്പറ്റീഷന് പേരെ കൊടുത്തിട്ട് ഇവർ ആ പ്രോഗ്രാമിന് വേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് രണ്ടുപേരും കൂടെ എങ്ങനെ നമ്മുടെ പ്രസന്റേഷൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞ് അവർ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴാണ് ആദ്യം സ്പീച്ച് കൊടുക്കാൻ വേണ്ടി അവളുടെ കൂട്ടുകാർ തീരുമാനിക്കും. അതിനുശേഷം ഇവർക്കൊരു അനിമേഷന്റെ ആവശ്യം വരുമ്പം ഇവർ രണ്ടുപേർക്ക് അനിമേഷൻ ചെയ്യാൻ അറിയത്തില്ല. പിന്നെ എന്തോന്ന് പറഞ്ഞാൽ ആ സ്ക്രീനിനകത്ത് കാണിക്കുന്നതെന്ന് രണ്ടുപേരും പേടിച്ചിരിക്കുമ്പോഴാണ് ലുവാനാണ് ഹാരയിൽ വീഡിയോ ഇട്ട് ചെയ്തതാണെന്ന് പറഞ്ഞ് ഇവരത് നോക്കി പഠിക്കാൻ തീരുമാനിക്കും. അങ്ങനെ 3 മിനിറ്റും കൊണ്ട് അനിമേഷൻ പഠിക്കാന്ന് ഇവർ അരമണിക്കൂർ നോക്കിയിട്ടും ഇവർക്കൊന്നും തന്നെ പിടികിട്ടത്തില്ല. എന്നിട്ട് ഇവൾ റെന്നിന്റെ കസിനും പെർഫോമൻസ് എല്ലാം കഴിഞ്ഞ് അവൾ മേക്കപ്പ് റൂമിൽ ഇരിക്കുമ്പോഴാണ് അവിടേക്ക് വരുന്ന ഇവളുടെ ബോയ് ഫ്രണ്ടാണ് അവൻ വരാൻ ലേറ്റായി പോയെന്ന് അറിയും. അങ്ങനെ അതിന്റെ കാരണം റെന്നി ഇവനെ തടഞ്ഞു നിർത്തി കുറെ സംസാരിച്ചിട്ടുണ്ടാന്ന് അറിയുമ്പം ഇതേക്ക് അവൾ കുറച്ച് സന്തോഷപ്പെട്ടാലും ഇവനോട് ചുമ്മാ ആക്ട് ചെയ്തോണ്ടിരിക്കും. ഇവൻ വരാൻ വേണ്ടി അവൾ കുറെ സമയം വെയിറ്റ് ചെയ്ത് നിന്നു എന്ന്. അതുകൊണ്ട് അതിന് പകരമായിട്ട് ഇവനിപ്പോ കിസ് ചെയ്യണമെന്ന് പറയുമ്പം ചുറ്റിരിക്കുന്ന എല്ലാവരും കൂടെ ഇവരെ നോക്കും. അപ്പോഴാണ് സീനിയറും ഇവിടെ വെച്ച് വേണോ എല്ലാരും കൂടെ നോക്കുന്നു എന്നിട്ട് അവനും പറയുമ്പം അവളാണെ അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇവനെ കിസ് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവിടേക്ക് വന്ന് ഇവളുടെ ടീംമേറ്റ് ആണ് ഇതൊക്കെ ചെയ്യാറിയാം പക്ഷെ ഡാൻസ് മാത്രം അറിയത്തില്ലെന്ന് പറഞ്ഞ് അവള് വാചകം അടിക്കാൻ തുടങ്ങും. അതോടെ കസിന് മൊത്തത്തിൽ പേടിച്ചുപോയി നമുക്ക് പുറത്ത് കിസ് ചെയ്യാന്ന് പറഞ്ഞ് അവനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ വീഡിയോ ഒക്കെ നോക്കി അനിമേഷൻ ചെയ്യാൻ പറ്റത്തില്ലെന്ന് തീരുമാനത്തിലെത്തുമ്പോഴാണ് ലുവാനും സീനിയനോട് സഹായം ചോദിച്ചാലെന്ന് പറഞ്ഞ് അവൾ കൂട്ടുകാരോട് പറയും. അപ്പോഴാണ് കൂട്ടുകാരാണ് അതിനേക്കാളും ബെറ്റർ ആയിട്ട് റെൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് ഇവളെ റെന്നെ വിളിക്കാൻ പറയുമ്പം ലുവാനും ദേഷ്യത്തി അവനോടും സഹായം ചോദിക്കത്തില്ലെന്ന് പറഞ്ഞിരിക്കും. അപ്പോഴാണ് അവിടേക്ക് വന്ന് ഇവരുടെ റൂംമേറ്റ് ആണ് അവൾ തരുന്ന ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഹോസ്റ്റലിൽ ഒന്ന് വയ്ക്കാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പോഴാണ് ഇവർ രണ്ടുപേരും കൂടെ ഞങ്ങൾ വച്ചോളാന്ന് പറഞ്ഞ് അവളെ അങ്ങ് പറഞ്ഞയക്കും. അതിനുശേഷം ലുവാൻ വാഷ്റൂമിലേക്ക് പോകുമ്പോഴാണ് ഈ സമയം നോക്കി അവളുടെ കൂട്ടുകാരി ലുവാന്റെ ഫോണിൽ നിന്ന് റെന്നെ മെസ്സേജ് ചെയ്ത് സഹായം ചോദിക്കും. അങ്ങനെ അതുകൊണ്ട് ഇവര് ലൈബ്രറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അവളുടെ കൂട്ടുകാരിയും റെൻ വരാൻ വേണ്ടി പതിയെ നടന്നുകൊണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കാണുന്ന ലുവാനാണ് എടി പെട്ടെന്ന് നിനക്ക് എന്തോ പറ്റി നിന്റെ കാലിന് വയ്യേ എന്നിട്ട് അവളും ചോദിച്ചോണ്ടിരിക്കുമ്പം കറക്റ്റ് ഇവരെ നോക്കി റെന്നാണ് വരും. അങ്ങനെ അവന് അനിമേഷൻ ചെയ്യാൻ സഹായിക്കാന്ന് പറഞ്ഞ് ഇവളോട് ആ കാര്യം പറയുമ്പം കൂട്ടുകാരിയും ഇവളുടെ ഫോണിൽ ഞാനേ മെസ്സേജ് അയച്ചെന്ന് പറയും. അപ്പോഴാണ് ലുവാന് പിടികിട്ടുന്ന ഇവളുടെ കൂട്ടുകാരിയായി ഇവനെ വിളിച്ചു വരുത്തിയെന്ന്. അതിനുശേഷം അവളും ഇവന്റെ സഹായം ആവശ്യമില്ലെന്ന് പറയുമ്പം കൂട്ടുകാരി ഇതൊന്നും കേൾക്കാതെ 3 മിനിറ്റും കൊണ്ട് അനിമേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞ് ഇവനും കൂടെ നോക്കാൻ പറയും. അങ്ങനെ അതിനുശേഷം ഇവൻ വീണ്ടും ഇവരെ ലൈബ്രറിയിലേക്ക് വിളിച്ചോണ്ടുപോയിട്ട് ആ വീഡിയോ നോക്കുമ്പോഴാണ് ലുവാനാണ് നീ എന്തിനാടി ഇവന്റെ അടുത്ത് തന്നെ ട്രാപ്പിലാക്കിയെന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പോഴാണ് കൂട്ടുകാരിയും ഇങ്ങനെയൊക്കെ കണ്ടുമുട്ടിയാലേ നിങ്ങൾ തമ്മിൽ സെറ്റ് ആകത്തുള്ളൂ എന്ന് പറഞ്ഞ് അതിന്റെ കൂടെ തന്നെ ഹോസിന് അനിമേഷൻ ചെയ്ത് കിട്ടും പറയും. അതിനുശേഷം വീഡിയോ കണ്ട് റെന്നാണ് അവൻ ഇവരെ പഠിപ്പിച്ചരാന്ന് പറയുമ്പം പെട്ടെന്ന് കൂട്ടുകാരിയും എങ്കിൽ പിന്നെ ഇവനെ കുടിക്കാൻ വേണ്ടി കോഫി വാങ്ങിച്ചിട്ടെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും. അങ്ങനെ പോയ അവളാണ് റെൻ പോകുന്നവരെ തിരിച്ചെടുത്തില്ല. അതിനുശേഷം ഇവളും റെൻ ഇപ്പൊ ഇവളെ പഠിപ്പിക്കുന്ന കാണുമ്പോൾ
ചെയ്യുമ്പോൾ അവൾക്ക് ആൻറ്റീഷ മുമ്പ് പഠിപ്പിച്ചേക്ക് ഓർമ്മ വരും. അങ്ങനെ അതുകൊണ്ട് അവളും വീണ്ടും ഈ ട്രാപ്പിൽ ഞാൻ വീഴത്തില്ലെന്ന് പറഞ്ഞ് അവളെ തന്നെ ധൈര്യപ്പെടുത്തുമ്പം അവസാനം റെൻ ഒറ്റയ്ക്ക് വീഡിയോ ഒക്കെ ചെയ്തു കൊടുത്തിട്ട് ഇവളെ നോക്കാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവൾ അനിമേഷൻ കണ്ടിട്ട് ഇതിനകത്ത് മാറ്റമൊക്കെ വരുത്താൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അവൻ അതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇവളുടെ അടുത്ത് ഇങ്ങനെ ക്ലോസ് ആയിട്ട് നിൽക്കും. അങ്ങനെ അതോടെ ലുവാൻ ഇവിടെ മൊത്തത്തിൽ ഷൈ ആയിരിക്കുക. അതുകൊണ്ട് ഇവളുടെ നെഞ്ചിടിപ്പ് കൂടുമ്പം അവളിപ്പോൾ ഡേഞ്ചറിലാന്ന് പറഞ്ഞ് അവൾ മനസ്സിലാക്കും. എന്നിട്ട് അവനും ഇവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവളാണ് ഒന്നുമില്ല വിശപ്പുള്ളെന്ന് പറയും. അപ്പോഴാണ് അവന് അനിമേഷനെ ചെയ്തു കൊടുത്തിട്ട് എങ്കിൽ പിന്നെ നമുക്ക് ഒന്നിച്ച് കഴിക്കാന്ന് പറയുമ്പോൾ അവിടേക്ക് അവളുടെ കൂട്ടുകാരിയും എങ്കിൽ പിന്നെ നമുക്ക് ഒരുമിച്ച് കഴിക്കാന്ന് പറഞ്ഞ് റെന്നും കൂടെ കൂട്ടിന് വിളിക്കും. അതോടെ ലുവാനാണ് ഇവളെന്നെ മനപ്പൂർവ്വം സെറ്റാക്കാൻ നോക്കുകയെന്ന് പറഞ്ഞ് അവൾ അവരുടെ കൂടെ തന്നെ ചെല്ലും. അതിനുശേഷം ഇവരൊക്കെ ഒരുമിച്ച് ഇന്ന് ഫുഡ് കഴിക്കുമ്പോഴാണ് അവളുടെ കൂട്ടുകാരിയാണ് ലുവാനെ കണ്ടിട്ട് സൗന്ദര്യമുള്ള പെൺകുട്ടിയായിട്ട് തോന്നാൻ ചോദിക്കും. അപ്പോഴാണ് റെന്നും ഇവളെ കാണാൻ കൊള്ളാന്ന് പറഞ്ഞ് അവനും പറയുമ്പോൾ ഇവിടെ കൂട്ടുകാരിയും നിങ്ങൾ തമ്മിൽ സെറ്റാക്കി തരാൻ അവളിങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ലുവാൻ അവൾക്ക് പണിയെടുക്കാൻ വേണ്ടി പിന്നെ റെൻ നിന്റെ കൂട്ടുകാരന് എങ്ങനത്തെ പെമ്പിളേരെ ഇഷ്ടം എന്നിന് ഇവൾക്ക് വേണ്ടി ചോദിക്കുമ്പോൾ റെന്നാണ് അവൻ കുറെ ഡ്രാമാസ് കാണുന്നുണ്ട്, ചിലപ്പോൾ അവന് ഷോ കാണിക്കുന്ന പെമ്പിളായിരിക്കും ഇഷ്ടം എന്ന് പറയും. അതോടെ കൂട്ടുകാരിയാണ് നമുക്ക് മിണ്ടാതെ കഴിച്ചാലോന്ന് പറഞ്ഞ് ലുവാനെ മിണ്ടാതാക്കാൻ നോക്കുമ്പോൾ റെൻ പെട്ടെന്ന് അവന് കിട്ടിയ കാർഡ് എടുത്ത് കാണിച്ചിട്ട് ഇവന് കിട്ടിയേക്കുന്നത് ഒരു ലൈൻ പെട്ടെന്ന് ഇവൻ സെറ്റ് ചെയ്യുന്ന കാണിച്ചേക്കുന്നത്. അതോടെ കൂട്ടുകാരിയും ചിലപ്പോൾ വേറെ ചിലർക്ക് ഇതേപോലെ ഒരു കാർഡ് കിട്ടി കാണുമെന്ന് ലുവാനെ ഉദ്ദേശിച്ച് പറയുമ്പോൾ ലുവാൻ ടെൻഷനായിട്ട് അവളുടെ കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം അവളും ദേഷ്യത്തി നീ എന്തിനാടി അവന്റെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് ഇവള് മനഃപൂർവ്വമല്ലേ കോഫി വാങ്ങിക്കാൻ വേണ്ടി അത്ര സമയം എടുത്തെന്ന് ചോദിക്കും. അപ്പോഴാണ് കൂട്ടുകാരിയും ഇവർ തമ്മിൽ സെറ്റാക്കാൻ വേണ്ടി അവൾ അങ്ങനെ ചെയ്തേന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോ സത്യത്തിൽ ഇവൾക്ക് റെന്നോട് ഇഷ്ടമൊന്നുമില്ലെന്ന് ചോദിക്കും. അപ്പോഴാണ് ലുവാനും അത് ഞാൻ തന്നെ കൺഫേം ചെയ്യാന്ന് പറഞ്ഞിട്ട് അവൾ വീണ്ടും മറ്റേ മെഡിക്കൽ കിറ്റുമായിട്ട് റെനിനെ കാണാൻ വേണ്ടി ചെല്ലും. അങ്ങനെ അവൾ വീണ്ടും ഇവനെ ടച്ച് ചെയ്യുമ്പോൾ അവളുടെ ഹാർട്ട് ബീറ്റ് കൂടുന്നില്ലെന്ന് അറിയാൻ വേണ്ടി പോവുക. അതുകൊണ്ട് അവളും ഒരു ചെറിയ ചെക്കപ്പാന്ന് പറഞ്ഞ് ഇവളുടെ കയ്യിലേക്ക് തൊടാൻ പറയുമ്പോൾ അവനാണ് സന്തോഷത്തി ഇവളിപ്പോ എന്നെ പ്രൊപ്പോസ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അവനകത്ത് തുള്ളിച്ചാടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അവനും പതി അവളുടെ കൈ തൊടാൻ വേണ്ടി വരുമ്പം പെട്ടെന്ന് അവളാണ് അവളുടെ മനസ്സ് മാറ്റിയിട്ട് വെറുതെ ഇവൻ ഇഷ്ടമെന്ന് അറിഞ്ഞാൽ പിന്നീട് ഇവ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആന്റീഷനെ ഓർത്ത് വിഷമിച്ച പോലെ ഇവള് വിഷമിച്ചോ എന്ന് പറഞ്ഞിട്ട് അവളിപ്പോ ഈ പ്ലാൻ ഫ്ലോപ്പ് ചെയ്യും. എന്നിട്ട് ഇവൾ അവന് ഗുഡ് ബൈ പറഞ്ഞ അവിടെ നോക്കുമ്പോഴാണ് ഇത് കാണുന്ന മറ്റേ ഗുവാനാണ് ലുവാനെ കണ്ട് അടുത്തേക്ക് ഓടി വരും. അങ്ങനെ അവള് റെന്നുമായിട്ട് എന്തോ ചെയ്തെന്ന് ചോദിക്കുമ്പോൾ ലുവാന് ചുമ്മാ ഈ മെഡിക്കൽ കിറ്റ് ഒക്കെ ചെക്ക് ചെയ്തെന്ന് അറിയും. അപ്പോഴാണ് ഇത് കേട്ട് ഗുവാനും ഇവളെ കേക്ക് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തരാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ലുവാനാണ് കഴിഞ്ഞ തവണ കേക്കിന് വരും ഹാസ്യകൂടത്തിന് തല വെച്ചിന് സോറി പറയും. അപ്പോഴാണ് അവളത് കേട്ടിട്ട് അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇവളത് കേക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി പറയും. അങ്ങനെ ഗുവാന്റെ ഉദ്ദേശമാണ് ഇവളുടെ കൂടെ ഫ്രണ്ടായിട്ട് റെന്നിന് ഇഷ്ടമാണെന്ന് ഇവൾ പറയാനാ. അങ്ങനെയാണ് ലുവാൻ മനസ്സിൽ കുറ്റബോധത്തോടെ അവളുടെ സ്നേഹം മറച്ചു വയ്ക്കുന്ന ഗുവാൻ വിചാരിക്കുന്നത്. അതേപോലെ അവളുടെ കൂടെ കേക്ക് ഉണ്ടായിക്കൊണ്ട് ഇവൾ ഈ ക്ലബ്ബിൽ ചേരാൻ പോവാന്ന് പറയുമ്പോൾ ഇത് കേട്ട് ലുവാൻ സന്തോഷത്തി ഹോ എങ്കിൽ പിന്നെ ആദ്യമായിട്ട് നീ എന്റെ ക്ലബ്ബിൽ ചേരാൻ വന്ന് എന്നിന് അവള് സന്തോഷത്തിരിക്കുമ്പോൾ പെട്ടെന്ന് ഗുവാൻ അവളോട് പിന്നെ ലുവാൻ ഞാൻ നിന്നെ വിശ്വസിക്കാലോ, നിന്നോട് മാത്രമേ ഈ കാര്യം പറയുന്നുള്ളൂ, എനിക്ക് റെന്നെ ഇഷ്ടം, നീ ഈ കാര്യം ആരോടും ചെന്ന് പറയല്ലേ എന്നിന് ഗുവാനും പറയുമ്പോൾ ഇത് കേട്ട് അവള് കുറച്ച് അപ്സെറ്റ് ആയിട്ട് ഞാൻ ആരോടും പറയത്തില്ല, എന്തായാലും നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ച എന്നിന് ലുവാനും പറയുമ്പോൾ മറ്റവളാണ് അവൾ റെന്നായിട്ട് ഭയങ്കര ക്ലോസ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ഇവളുടെ ഒരു കോമ്പറ്റീഷനൊക്കെ അവൻ കാണാമെന്ന് സപ്പോർട്ട് ചെയ്തേന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് ഇതെല്ലാം കേട്ട് ലുവാനും അവളൊറ്റയ്ക്ക് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവളുടെ കൂട്ടുകാരാണ് അടുത്തേക്ക് വന്നിരിക്കും. അപ്പോഴാണ് ലുവാനും ഇവൾക്ക് ഇപ്പോഴാ ലിയാങ്ങിന്റെ അവസ്ഥ മനസ്സിലാക്കിയെന്ന് പറയും. അങ്ങനെ ഒരു സൈഡ് അവളുടെ ബോയ് ഫ്രണ്ടും മറ്റൊരു സൈഡ് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് ആ സമയത്ത് അവൾ ചൂസ് ചെയ്യാൻ കുറെ കഷ്ടപ്പെട്ട് കാണുന്ന പറയുമ്പോൾ പെട്ടെന്ന് ഇതേക്കുന്ന ഇവളുടെ കൂട്ടുകാരിയാണ് എന്തായാലും ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ലിയാങ് ചെയ്ത ചതിയാന്ന് പറയും. അങ്ങനെ നിനക്ക് ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ടും അവൾ ചെന്ന് പ്രപ്പോസ് ചെയ്യാണ്, അങ്ങനത്തെ ഫ്രണ്ട്സ് നിനക്ക് ഒരിക്കലും വേണ്ടെന്ന് പറഞ്ഞ് അവള് ലുവാനെ പറഞ്ഞ് മനസ്സിലാക്കും. അതിനുശേഷം ഇവളെ ഗുവാനും അവളുടെ ഫ്രണ്ടിനെ കാണാൻ വന്നിട്ട് ഇവള് പ്ലാൻ ചെയ്ത പോലെ ലുവാന്റെ മനസ്സ് മാറ്റിയെന്ന് പറയും. അങ്ങനെ എന്തായാലും ഇതുവരെ പ്രേമിക്കാത്ത അവള് ഇവള് സ്നേഹിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ട് പിന്മാറാൻ ചാൻസ് എന്ന് പറഞ്ഞ് ഗുവാൻ സന്തോഷത്തിരിക്കും. അതിനുശേഷം അവളുടെ കൂട്ടുകാരിയാണ് റെന്നിന്റെ ഫോൺ നമ്പർ ഒപ്പിച്ചെന്ന് പറഞ്ഞ് ഇപ്പൊ ഇവളുടെ കൊടുക്കുമ്പം ഗുവാൻ അപ്പം തന്നെ റെന്നെ ഫോൺ ചെയ്യും. അപ്പോഴാണ് റെന്നാണ് അവന്റെ നമ്പർ ഇവൾക്ക് എങ്ങനെ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഇവള് ലുവാന തന്നേന്നൊരു കള്ളം പറയും. അതേസമയം ഇവിടെ ലാബിൽ ഇരിക്കുന്ന സീനിയറിന് ഇന്ന് അവന്റെ ഗേൾഫ്രണ്ടിന്റെ ടീമേറ്റ് പറഞ്ഞേക്ക് ഓർമ്മ വരും, അതായത് അവൾ നല്ലോണം ഡാൻസ് കളിച്ചില്ലെന്ന്. അങ്ങനെ അതുകൊണ്ട് അവനും ഇവൻ കാരണം അവളുടെ പെർഫോമൻസ് എല്ലാം ഇല്ലാതാകുമെന്ന് പറഞ്ഞ് പേടിച്ചിരിക്കുമ്പോൾ ഇവന് കിട്ടിയേക്കുന്ന കാർഡ് ഇവന് നല്ല കാഴ്ച ഉണ്ടെങ്കിലും ഇവൻ അറിയാത്ത കുറെ കാര്യങ്ങളുണ്ടെന്ന് അതിനകത്ത് എഴുതിയിട്ടേക്കുന്നത്. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം ഇവരും പ്രസന്റേഷന് വേണ്ടി റെഡി ആയിട്ടിരിക്കുമ്പോൾ ലുവാന്റെ കൂട്ടുകാരിയാണ് ഇന്നലെ കുടിച്ച ജ്യൂസ് എനിക്ക് വയറിളക്കായെന്ന് പറഞ്ഞ് അവൾക്ക് മിക്കവാറും വരാൻ പറ്റത്തില്ലെന്ന് പറയും. അപ്പോഴാണ് ഇതേട് ലുവാനാണ് അതൊന്നും കുഴപ്പമില്ല, നീ ആദ്യം ഗുളിക എടുത്ത് കഴിക്കും, ഞാൻ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്നിട്ട് ലുവാൻ അവളുടെ കൂട്ടുകാരി പറഞ്ഞേക്കുമ്പോൾ അതേസമയം ഇവിടെ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഓരോരുത്തരും വന്ന് അവരുടെ സ്പീച്ച് കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ എന്റെ കൂട്ടുകാരനും അവളുമാരെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവിടുത്തെ സാറും ലുവാന്റെ അവളുടെ കൂട്ടുകാരുടെ പേര് വിളിക്കുമ്പോൾ കുറെ സമയമായിട്ട് അവർ വരാത്തോണ്ട് അവരെ റിജക്ട് ചെയ്യാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവിടെ പെട്ടെന്ന് ലുവ മാത്രം ഓടിയിരുന്നത്. അതിനുശേഷം അവൾ സംസാരിക്കാൻ പോകുമ്പോൾ ഇത് കണ്ട് ഇവരെല്ലാരും കൂടെ ഇവള് മാത്രം ഒറ്റയ്ക്ക് എന്തോ കാണിച്ചു കൂട്ടാമോ നിന്ന് അവരൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. അതിനുശേഷം അവളും റൺ ചെയ്ത് കൊടുത്ത അനിമേഷൻ അതിനകത്ത് പ്ലേ ചെയ്യുമ്പോൾ എല്ലാരും കൂടെ ഇത് കാണാൻ കൊച്ചുള്ളവരെ പോലും ഉണ്ടെന്ന് പറഞ്ഞ് അവരൊക്കെ കളിയായിക്കൊണ്ട്
നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് ലുവാന്റെ ധൈര്യമൊക്കെ പോയി അവൾ നല്ലോണം സ്പീച്ച് കൊടുക്കാൻ പറ്റാതിരിക്കുമ്പം കറക്റ്റ് അതേ സമയം റെന്നാണ് ഇവൾക്ക് മെസ്സേജ് അയച്ച് ഇവളെ ധൈര്യത്തോടെ സംസാരിക്കാൻ വേണ്ടി പറയും. അങ്ങനെ അന്ന് പുറത്ത് കേക്ക് ഉണ്ടായ കാര്യമൊക്കെ ഇവൾ ഓർത്തെടുക്കാൻ പറയുമ്പം ഇവൾ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോഴാണ് അവിടേക്ക് റെന്നും ഇവളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കും. അതിനുശേഷം അവളും ധൈര്യത്തോടെ ഇവളുടെ കൂട്ടുകാര്യത്തിന് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാന്ന് പറഞ്ഞ് നമ്മളെ നല്ല ആഹാരം കഴിച്ചില്ല നമ്മുടെ ബോഡിക്ക് എന്തു സംഭവിക്കാന്ന് പറഞ്ഞ് ഫുഡും ബോഡി ഹെൽത്തിന് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് അടുത്ത സെക്കൻഡ് റെന്റെ കൂട്ടുകാരന് അവൾക്ക് വയറിളക്കുമെന്ന് മനസ്സിലാക്കി അവളെ കാണാൻ വേണ്ടി ചെല്ലും. അതിനുശേഷം ഇവളുടെ സ്പീച്ച് കഴിഞ്ഞിട്ട് സാറും റിസൾട്ട് എല്ലാവരും അറിയിക്കുമെന്ന് പറഞ്ഞ് അവരെല്ലാം പറഞ്ഞയക്കുമ്പോഴാണ് ലുവാനാണ് സന്തോഷത്തിൽ റെന്ന് താങ്ക്സ് പറയാൻ വേണ്ടി വരും. അപ്പോഴാണ് അവനും ഇവൾക്ക് കൺഗ്രാജുലേഷൻ പറയുമ്പം അവൾ ഇവൻ വന്ന് ധൈര്യപ്പെടുത്തില്ലായിരുന്നെങ്കിൽ അവൾ പെട്ടുപോയെന്ന് പറയും. അതിനുശേഷം അവനും എങ്കിൽ പിന്നെ ഇവന്റെ നമ്പർ എന്തിനാ ആ ഗുവാന് കൊടുത്തേന്ന് ചോദിക്കും. അങ്ങനെ എന്റെ അറിവില്ലാതെ നീ കൊടുക്കുന്ന മോശമല്ലേന്ന് ഇവൻ ചോദിക്കുമ്പം ഇവൾക്കൊന്നും പിടിയിട്ടാതെ ഇവർ തമ്മിൽ മുമ്പേ ക്ലോസ് അല്ലെന്ന് പറഞ്ഞ് പിന്നെ ഇവൾ എന്തിനാ നമ്പർ കൊടുക്കുന്നതെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട റെന്നും ഞങ്ങൾ തമ്മിൽ ക്ലോസോ, എനിക്ക് അവൾ ആരാന്നോലും അറിയത്തില്ല എന്നിന് അവൻ പറയുമ്പോഴാണ് അവളും ഓ പിന്നെ ചുമ്മാ തള്ളണ്ട നിങ്ങൾ തമ്മിൽ നല്ലോണം ചേരും എന്നിന് അവളും പറയുമ്പം ഇവനാണ് തിരിച്ചൊന്നും പറയാതെ ദേഷ്യത്തെ അവിടെ നിന്ന് പോകും. അതിനുശേഷം അവളും നീ അവളുടെ കോമ്പറ്റീഷനെ കാണാൻ പോയിട്ട് ഇപ്പൊ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നെന്ന് പറഞ്ഞ് ഇവൾ അവിടെ നിന്ന് പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് ഗുവാനാണ് അവിടെ നിന്ന് കരയുന്ന പോലെ നാടകം കളിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ലുവാനും അടുത്ത ചെന്ന് എന്തോ പ്രശ്നം ചോദിക്കുമ്പം ഇവിടെ ഗുവാനാണ് ഇന്നലെ തന്നെ റെൻ ഇവളുടെ ഫോൺ നമ്പർ ബ്ലോക്ക് ചെയ്തോണ്ട് റെന്നിനും ലുവാൻ ഇഷ്ടമെന്ന് ഇവള് മനസ്സിലാക്കും. അങ്ങനെ അത് എങ്ങനെയൊക്കെ തടയണമെന്ന് പറഞ്ഞ് അവളിപ്പോ ലുവാനോട് ഇവള് റെന്നും തമ്മി ഒരു ചെറിയ വഴക്കായെന്ന് പറയും. അങ്ങനെ എല്ലാരും പറയുന്ന പോലെ നിനക്ക് സത്യത്തിൽ റെന്നെ ഇഷ്ടമാണോ ലുവാൻ എന്ന് പറഞ്ഞ് ഇപ്പൊ ഇവള് ചോദിക്കുമ്പം ഇത് കേട്ട് ലുവാനും ഇവളുടെ കൂട്ടുകാർ ലിയാങ്ങിനെ പോലെ ആയിപ്പോലെന്ന് പറഞ്ഞ് ഈ സമയത്ത് ഗുവാനെ സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിക്കും. അങ്ങനെ അതുകൊണ്ട് അവളിപ്പോ ഗുവാങ്ങിനോട് എനിക്ക് റെന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് അവള് പറയുമ്പം അതേസമയം അവിടേക്ക് വന്ന റെന്നാണ് ഇവള് പറഞ്ഞിട്ട് അവൻ അപ്പം തന്നെ തിരിച്ചു പോകും. അങ്ങനെ അതോടെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാം.